CMIUSA അക്കൗണ്ടിങ് ബേസ് ക്ലാസ്സിൻ്റെ പാർട്ട് 2 സെഷനാണ് നിങ്ങളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് മീനിങ് ഓഫ് ബിസിനസ്, മീനിങ് ഓഫ് അക്കൗണ്ടിങ്, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്, നേച്ചർ ഓഫ് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മൂവിങ് ടു ദ പാർട്ട് 2 ബേസ് ക്ലാസ് ഓഫ് CMIUS. ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോണത് ബേസിക് അക്കൗണ്ടിങ് ടേംസ്. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് ടേംസ് പറയുന്നതിന് മുമ്പ് ഐ വുഡ് ടെൽ യു വാട്ട് ദിസ് ഈസ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാൻഡ് ബോൾ, പെനൽറ്റി, ഫ്രീ കിക്ക്, റെഡ് കാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ടേംസ് റിലേറ്റഡ് ടു ഫുട്ബോൾ അല്ലേ. അതേപോലെ ഇപ്പോൾ ഫ്രീ ഹിറ്റ്, ഓവർ, ഹാർട്ട് ട്രിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ടേംസ് റിലേറ്റഡ് ടു ക്രിക്കറ്റ്. അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ്, പ്ലിന്ത് ഏരിയ, അതുപോലെ ബീം, കോളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ റിലേറ്റഡ് ടു സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഹോംസ് എക്സെട്ര. അപ്പോൾ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്പെഷ്യൽ ടേംസ് അല്ലെങ്കിൽ ടെർമിനോളജീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ടെർമിനോളജിയാണ് ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്, അസറ്റ്, ലാബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ക്യാപിറ്റലോ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെഷനിൽ, ഈ ഒരു 1.5 hour ലോങ് ആയിട്ടുള്ള സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസ്. അക്കൗണ്ടിങ്ങിൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ വേർഡ്സുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ടെർമിനോളജീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ വെൽക്കം യു ഓൾ ടു ദ സെക്കൻഡ് സെഷൻ ഓഫ് CMIUSA അക്കൗണ്ടിങ് ബേസ് ക്ലാസ്, ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ബേസിക് അക്കൗണ്ടിങ് ടേംസ്. ഓക്കെ, അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് ടേംസ് എന്താ എന്നുള്ളൊരു ക്ലാരിറ്റി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഓരോ സബ്ജക്റ്റിലും സ്പെഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടേംസ് ഉണ്ടാവും അല്ലെങ്കിൽ ടെർമിനോളജീസ് ഉണ്ടാവും. ഈ ടേംസിനെ അല്ലെങ്കിൽ ടെർമിനോളജീസിനെയാണ് നമ്മൾ ബേസിക് അക്കൗണ്ടിങ് ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20ഓളം ഉള്ള ബേസിക് അക്കൗണ്ടിങ് ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ കാണാൻ പോകുന്നത്. സോ പേ അറ്റൻഷൻ, കണ്ടിന്യൂ വാച്ചിങ്. ദ ഫസ്റ്റ് ടേം ഞാൻ ഓൾറെഡി കഴിഞ്ഞ സെഷനിലൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ്ങിലെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ആണ് അല്ലേ. ട്രാൻസാക്ഷനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് അക്കൗണ്ടിങ് ബിസിനസ് റിസൾട്ടും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ കണ്ടെത്തുന്നത്, ശരിയല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രാൻസാക്ഷൻ ഈസ് ഡീലിങ്സ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ ഡീലിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു ബിസിനസ്സിലെ ഡീലിങ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസാക്ഷൻ എന്ന് പറയുക. ട്രാൻസാക്ഷൻ മീൻസ് ഡീലിങ്സിൻ്റെ ബിസിനസ്. ഒരു ബിസിനസ്സിലെ ഡീലിങ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ ഡീലിങ്സിൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് വാങ്ങി, ഗുഡ്സ് വിറ്റു, വേജ് പേ ചെയ്തു, സാലറി പേ ചെയ്തു, കമ്മീഷൻ റിസീവ് ചെയ്തു, റെൻറ്റ് പേ ചെയ്തു, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു. ദീസ് ആർ ഓൾ വാട്ട്? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ്, ഡീലിങ്സിൻ്റെ ബിസിനസ്സുകളാണ് അല്ലേ, ശരിയല്ലേ. ദീസ് ആർ ഓൾ ഡീലിങ്സിൻ്റെ ബിസിനസ്. ഇവയെല്ലാം ഒരു ബിസിനസ്സിലെ ഡീലിങ്സ് ആണ്. അപ്പോൾ ഡീലിങ്സിൻ്റെ ബിസിനസ്സിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുക. അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും ഒക്കെ എന്ത് ചെയ്യുക എന്നുള്ള കാര്യവും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് ഡീലിങ്സിൻ്റെ ബിസിനസ് നമുക്കൊന്നും കൂടെ, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നമുക്ക് ഇനി അതർ വേർഡ്സ് നമുക്ക് പറയാൻ പറ്റും. ട്രാൻസാക്ഷൻ ഈസ് എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് between persons. I know you didn't understand this. Transaction is exchange of money or money's worth. മണിയുടെ എക്സ്ചേഞ്ച് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക്. നിങ്ങൾ ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷ് ഈസ് ഡിക്രീസിങ് അല്ലേ, ക്യാഷ് ഈസ് മണി. ബാങ്കും നിങ്ങളെ മണി പോലെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഫുഡ് അയച്ചു, അതിൻ്റെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ അടക്കുന്ന സമയത്ത് നിങ്ങൾ ക്യാഷ് അടക്കുന്ന പോലെ തന്നെ അല്ലേ നിങ്ങൾ ഗൂഗിൾ പേ പേയ്മെൻറ്റ് നടത്തുന്നത്. ഗൂഗിൾ പേ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കുന്നത് എന്താ? നിങ്ങളുടെ ബാങ്കിലെ ബാലൻസ് അല്ലേ കുറയുന്നത്. ഹലോ പീപ്പിൾ, ഞാൻ പറയുന്നത് ശരിയല്ലേ? യെസ്. അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയുന്നുണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. റൈറ്റ് ഓർ നോട്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് മണി അല്ലേ. മണിയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് മണി ആവാം, മണിയും മണീസ് വർത്ത് ആവാം, മണീസ് വർത്തും ആവാം. എന്താ ഈ മണിയും മണീസ് വർത്തും എന്ന് പറഞ്ഞാൽ? ലെറ്റ് മീ ഗിവ് ആൻ എക്സാമ്പിൾ. പെയ്ഡ് വേജസ്, ജോലി ചെയ്ത ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേജ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ മണി കുറഞ്ഞു. അയാൾക്ക് നിങ്ങൾ വേജ് കൊടുത്തത് എന്തിനാ?
ഫോർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ഹിം, അല്ലേ? അയാൾ നിങ്ങൾക്ക് തന്ന സർവീസിനല്ലേ? അതെ. അപ്പോൾ അയാൾ തന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്? ആ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇറ്റ്സ് മണീസ് വർത്ത്. മണീസ് വർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മണീസ് വർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മണിയുടെ മൂല്യമുള്ള എന്ത് കാര്യത്തെ നമുക്ക് എന്ത് പറയാം? മണീസ് വർത്ത് എന്ന് പറയാം, അല്ലേ? മണിയുടെ മൂല്യമുള്ള എന്ത് കാര്യങ്ങളെയും നമുക്ക് എന്ത് പറയാം? മണീസ് വർത്ത് എന്ന് പറയാം. ഡയറക്റ്റ് മണിയല്ല, ഇറ്റ് ക്യാൻ ബി മണി, പണത്തിൻ്റെ മൂല്യമുള്ള മണി ഈക്വലൻ്റ് ആയിട്ടുള്ള എന്തിനേയും നമുക്ക് എന്ത് ചെയ്യാം? മണി വർത്ത് എന്ന് പറയാം. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് സർവീസ് കിട്ടി. സർവീസ് എന്ന് പറഞ്ഞാൽ മണീസ് വർത്ത് ആണ്. സർവീസ് പറഞ്ഞാൽ മണീസ് വർത്ത് ആണ്. അപ്പോൾ ഇവിടെ പെയ്ഡ് വേജസ് എന്നുള്ള ട്രാൻസാക്ഷനിൽ എന്താണ് എക്സ്ചേഞ്ച് ആയത്? മണിയും മണീസ് വർത്തുമാണ് എക്സ്ചേഞ്ച് ആയത്, അല്ലേ? മണിയും മണീസ് വർത്തുമാണ് എക്സ്ചേഞ്ച് ആയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മണീസ് വർത്തും എക്സ്ചേഞ്ച് മീൻസ് നിങ്ങൾക്ക് അറിയില്ലേ, കൈമാറ്റം ചെയ്യപ്പെടുക. ഓക്കെ, മണീസ് വർത്തും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ട്രാൻസാക്ഷൻസും ഉണ്ടാവാം. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കേ. എടാ, ക്യാൻ യു തിങ്ക് ആൻ എക്സാമ്പിൾ? ക്യാൻ യു കൺസിഡർ ആൻ എക്സാമ്പിൾ ഫോർ ഇറ്റ്? എടാ, അതിലൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മണീസ് വർത്തും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ വരുമ്പോൾ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ലെറ്റ് മീ ടെൽ യു. ഓൾഡ് കാർ എക്സ്ചേഞ്ച്ഡ് ഫോർ ന്യൂ സ്കൂട്ടർ. എടാ, പഴയ കാറ് കൊടുത്തിട്ട് പുതിയ സ്കൂട്ടർ മേടിച്ചു. അപ്പോൾ നമ്മൾ പുതിയത് നമുക്ക് ബൈക്ക് എന്ന് പറഞ്ഞ അസറ്റ് കൂടി. ഈ ബൈക്ക് ആരാണ്? മണീസ് വർത്ത് ആണ്. MW. ഓക്കെ, MWS ആണ് ഗൺ ഉണ്ട്, അല്ലേ? പബ്ജിയിൽ അതല്ല, MWS അല്ലേ ഗണ്ണിൻ്റെ പേരായിട്ടാണോ? ഓക്കെ, ദെൻ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്താ കൊടുത്തത്? എന്താണ്? ഓൾഡ് കാർ കുറഞ്ഞു. ഓൾഡ് കാർ ആരാണ്? മണീസ് വർത്ത് ആണ്, അല്ലേ? അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് മണീസ് വർത്തും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അല്ലേ? എടാ, ഇവിടെ നമ്മൾ ഏതാ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? മണീസ് വർത്തും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷനിൽ നമ്മൾ മണീസ് വർത്തും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ബേസിക് അക്കൗണ്ടിങ് ടേമാണ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡീലിങ്സിൻ്റെ ബിസിനസ്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ട്രാൻസാക്ഷൻ ഈസ് എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് ബിറ്റ്വീൻ പേഴ്സൺസ് തമ്മിൽ മണിയും മണീസ് വർത്തും തമ്മിലുള്ള എക്സ്ചേഞ്ചിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസാക്ഷൻ. മണിയും മണീസ് വർത്തും തമ്മിലുള്ള എക്സ്ചേഞ്ചിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസാക്ഷൻ. അപ്പോൾ അതിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് ഉണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് പറഞ്ഞാൽ ക്യാഷും ബാങ്കും തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ്. പെയ്ഡ് വേജസ് എന്ന് പറഞ്ഞാൽ ക്യാഷും അതേപോലെ തന്നെ മണിയും മണീസ് വർത്തും തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ്. ഓൾഡ് കാർ ന്യൂ കാറിന് വേണ്ടി എക്സ്ചേഞ്ച് ചെയ്തു പറഞ്ഞാൽ മണീസ് വർത്തും തമ്മിലുള്ള എക്സ്ചേഞ്ച് ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പോൾ അതാണ് എന്ത്? ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ മൂവിങ് ടു ദ നെക്സ്റ്റ് ബേസിക് അക്കൗണ്ടിങ് ടേംസ്, ഗുഡ്സ്. പേ അറ്റൻഷൻ, ലിസൺ കെയർഫുള്ളി. ഗുഡ്സ്. നിങ്ങൾക്കറിയാം, ഒരു ടയർ മാനുഫാക്ചറർ റോ മെറ്റീരിയൽ വാങ്ങിയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് എന്താ ചെയ്യുക? ടയർ ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഒരു മാനുഫാക്ചറർ, വാട്ട് ഡസ് എ മാനുഫാക്ചറർ ഡു? ദേ ബൈ റോ മെറ്റീരിയൽ, അല്ലേ? റോ മെറ്റീരിയൽ വാങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്താൽ എന്ത് കിട്ടും? ദേ ഗെറ്റ് ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് എന്ത്? ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ ഔട്ട്പുട്ടാണ് അവർ പിന്നീട് എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക, അല്ലേ? അപ്പോൾ ഒരു ടയർ മാനുഫാക്ചററുടെ ഔട്ട്പുട്ട് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എന്താണ്? ടയറാണ്. അപ്പോൾ ഈ ടയറിലാണ് അവർ ഡീൽ ചെയ്യുന്നത്. ടയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ റോ മെറ്റീരിയൽ വാങ്ങുന്നു. ആ റോ മെറ്റീരിയൽ അവർ പ്രോസസ്സ് ചെയ്യുന്നു. അത് പ്രോസസ്സ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടായിട്ട് അതിനെന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. സോ ദേ ആർ ഡീലിംഗ് ഇൻ ടയേഴ്സ്. ശരിയല്ലേ? അവർ ടയറിലാണ് എന്ത് ചെയ്യുന്നത്? അവർ ഡീൽ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ദേ ആർ ഡീലിംഗ് ഇൻ വാട്ട്? അവർ ടയറിലാണ് അവരെന്ത് ചെയ്യുന്നത്? ഡീല് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അവർ ടയറിലാണ് അവരെന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ടയറാണ് അവരുടെ എന്ത്? അവർ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്. അവർ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് എന്തറിയോ? ഗുഡ്സ്. എന്താ വിളിക്കുക? ഗുഡ്സ്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ MRF ടയറിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പുണ്ട്, ഒരു ടയർ റീറ്റെയിൽ ഷോപ്പുണ്ട്. അപ്പോൾ ഈ ടയർ റീറ്റെയിൽ ഷോപ്പിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് അറിയോ? യു നോ വാട്ട് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ് ഹിയർ? ഒരു ടയർ റീറ്റെയിൽ ഷോപ്പിൽ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, എടാ, ടയർ റീറ്റെയിൽ ഷോപ്പിൽ ആക്ച്വലി സംഭവിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ടയർ മേടിച്ചിട്ട് എന്ത് ചെയ്യും? അവർ ടയർ എന്ത് ചെയ്യും? സെല്ല് ചെയ്യും, അല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സ് ആയ ടയർ അവർ ബൈ ചെയ്യും. ടയർ അവർ ബൈ ചെയ്തിട്ട് അതേ ടയറിനെ എന്ത് ചെയ്യും? അവർ സെൽ ചെയ്യും. അപ്പോൾ അവർ ഡീൽ ചെയ്യുന്നത് എന്തിലാണ്? ദേ ആർ ഡീലിംഗ് ഇൻ ടയർ. അപ്പോൾ ഒരു ട്രേഡർ ആണെങ്കിലും ഒരു മാനുഫാക്ചറർ ആണെങ്കിലും അവർ ഡീൽ ചെയ്യുന്ന ഒരു കൊമോഡിറ്റി ഐറ്റം അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ, അതെപ്പോഴും ടാഞ്ചിബിൾ ആവേ. അപ്പോൾ ആ ഒരു സംഭവത്തിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ഗുഡ്സ്. ഫർണിച്ചർ ഷോപ്പിൽ
അവർ ഫർണിച്ചറാണ് വാങ്ങി വിൽക്കുന്നത്. അപ്പോൾ ഫർണിച്ചറാണ് അവിടെ എന്ത് ഗുഡ്സ് അല്ലേ. അതേപോലെ കമ്പ്യൂട്ടർ ഷോപ്പിൽ അവർ ഡീൽ ചെയ്യുന്ന ഏതിലാണ് കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ കമ്പ്യൂട്ടറാണ് അവിടെ എന്ത് ഗുഡ്സ്. കറക്റ്റ് അല്ലേ. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഓരോ ബിസിനസ്സും. എന്നാൽ കമ്പ്യൂട്ടർ ഷോപ്പിൽ ആളുകൾ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടി ഫേർണിച്ചർ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അത് ഗുഡ്സ് അല്ല. കാരണം അവർ കമ്പ്യൂട്ടർ ഷോപ്പിൽ ആളുകൾ വരുന്ന സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഫർണിച്ചർ വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യുന്ന ഐറ്റം അല്ല. കമ്പ്യൂട്ടർ ഷോപ്പ് ഡീൽ ചെയ്യുന്നത് എന്തിലാണ് കമ്പ്യൂട്ടറിലാണ്. അതേപോലെ തന്നെ ഫർണിച്ചർ ഷോപ്പിൽ ബില്ലടിക്കാൻ വേണ്ടി വാങ്ങി വെച്ച കമ്പ്യൂട്ടർ ഗുഡ്സ് അല്ല. കാരണം ഫർണിച്ചർ ഷോപ്പിൽ അവർ ഡീൽ ചെയ്യുന്നത് ഫർണിച്ചറിലാണ്. അവിടെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അതെന്തല്ല എടാ ദാറ്റ് ഈസ് നോട്ട് വാട്ട്, അതെന്തല്ല ഗുഡ്സ് അല്ല കേട്ടോ. അത് ഗുഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് ഗുഡ്സ് പറഞ്ഞാൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് മസ്റ്റ് ബി ടാഞ്ചിബിൾ. എന്താ ഈ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളത്, നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന സാധനങ്ങളെ നമ്മൾ എന്തെന്ന് പറയാം ടാഞ്ചിബിൾ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആർട്ടിക്കിൾ ഓർ കൊമോഡിറ്റീസ് ആണ്. ഗുഡ്സ് മീൻസ് ടാഞ്ചിബിൾ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ കൊമോഡിറ്റീസ് ഐറ്റംസ്. അതിലാണ് ഒരു ബിസിനസ് എന്ത് ചെയ്യണത് ഡീൽ ചെയ്യണത്. ഇൻ വിച്ച് എ ബിസിനസ് ഡീൽസ്, ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ഒരു ബിസിനസ് ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബൈ ആൻഡ് സെൽ ആവാം അല്ലെങ്കിൽ മാനുഫാക്ചർ ആൻഡ് സെൽ ആവാം. ഓക്കെ. ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ടാഞ്ചിബിൾ ഐറ്റം അല്ലെങ്കിൽ കൊമോഡിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ടാഞ്ചിബിൾ ഐറ്റംസ് അല്ലെങ്കിൽ കൊമോഡിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ടാഞ്ചിബിൾ ഐറ്റംസ് അല്ലെങ്കിൽ കൊമോഡിറ്റികളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഗുഡ്സ്. എടാ എന്താ വിളിക്കുക ഗുഡ്സ് കേട്ടോ. ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ടാഞ്ചിബിൾ ഐറ്റംസ് അല്ലെങ്കിൽ കൊമോഡിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഗുഡ്സ്. ഗുഡ്സ് മീൻസ് ടാഞ്ചിബിൾ ഐറ്റംസ് ഓർ കൊമോഡിറ്റി ഇൻ വിച്ച് എ ബിസിനസ് ഡീൽസ്. ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ടാഞ്ചിബിൾ ഐറ്റം ഓർ കൊമോഡിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഗുഡ്സ്. ഓക്കെ ആണോ ഗുഡ്സ് കേട്ടോ. ഗുഡ്സ് എന്ന് പറയാം. റെഡി അല്ലേ, മുന്നോട്ട് പോവല്ലേ? യെസ്, ലെറ്റ്സ് പ്രൊസീഡ് ഫർദർ. ഓക്കെ. അപ്പോൾ ഒരു മാനുഫാക്ചററും അതുപോലെ തന്നെ ട്രേഡറും ഡീൽ ചെയ്യുന്നത് ഗുഡ്സിലാണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ദർ ഈസ് വാട്ട് ഓൾസോ എടാ അതേപോലെ തന്നെ ആരുണ്ട് അവിടെ സർവീസ് പ്രൊവൈഡർ ഉണ്ട് അല്ലേ. സർവീസ് പ്രൊവൈഡർ. ഇപ്പോൾ സൈലം ഈസ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ സർവീസ്, ബാങ്ക് ഈസ് പ്രൊവൈഡിങ് ബാങ്കിങ് സർവീസ്. കറക്റ്റ് അല്ലേ, ബാങ്കിങ് സർവീസ് അല്ലേ എടാ ബാങ്കിങ് സർവീസ്. അപ്പോൾ അതിനെ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോണത് ഇറ്റ് ഈസ് നോൺ ആസ് സർവീസ്. എന്താ വിളിക്കുക സർവീസ്. സർവീസ് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സാധനമാണ് അല്ലേ. സർവീസ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ, റെൻറ്റേഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു മേക്ക് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒബ്ജക്റ്റീവുമായിട്ട് ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു കാര്യത്തിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ സർവീസ്. സർവീസ് ഈസ് ഓൾവേസ് വാട്ട്, സർവീസ് ഈസ് ഓൾവേസ് ഇൻടാഞ്ചിബിൾ. സർവീസ് എപ്പോഴും എന്തായിരിക്കും ഇൻടാഞ്ചിബിൾ ആയിരിക്കും. ഓക്കെ. സർവീസ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. Service is intangible in nature, rendered by an organization to make profit. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചറായ ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ, റെൻറ്റേഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു മേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് പിന്നെ ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ ആയിട്ടുള്ള പ്രോഫിറ്റ് ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ, റെൻറ്റേഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു മേക്ക് പ്രോഫിറ്റ്. ഓക്കെ, ടു മേക്ക് പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ സർവീസിന് എക്സാമ്പിളാണ് എഡ്യൂക്കേഷൻ സർവീസ്, അതുപോലെ ബാങ്കിങ് സർവീസ്, അതുപോലെ ഇൻഷുറൻസ് സർവീസ്, അതുപോലെ തന്നെ സിനിമ തിയേറ്റർ ഈസ് പ്രൊവൈഡിങ് വാട്ട് എൻ്റർടൈൻമെൻറ്റ് സർവീസ്. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? സർവീസിന് എക്സാമ്പിളാണ് കേട്ടോ. സർവീസിന് എക്സാമ്പിളാണ്. കറക്റ്റ്. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വാട്ട് സർവീസ്. ഇതൊക്കെ സർവീസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എഗെയിൻ നമ്മൾ മുന്നോട്ട് പോവാണ്. തേർഡ് ഐറ്റം നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ വി ആർ ഡിസ്കസിങ് ദ ബേസിക് അക്കൗണ്ടിങ് ടേംസ്. ട്രാൻസാക്ഷൻ പഠിച്ചു, ഗുഡ്സ് പഠിച്ചു, നെക്സ്റ്റ് ഏതാണ് സർവീസ് പഠിച്ചു. ദെൻ മൂവിങ് ടു ഇക്വിറ്റി. ഇറ്റ്സ് ഓൾസോ ഇൻ ഇന്ത്യൻ ടെർമിനോളജി നമ്മൾ എന്ത് പറയാറുണ്ട് അറിയോ?
ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, സേ യു ആർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും വി റിക്വയർ ഫണ്ട്. എടാ നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം. അപ്പോൾ ദിസ് ഫണ്ട് ഹാസ് ടു ബി ഫൗണ്ട് ഫ്രം, ദിസ് ഫണ്ട് ഹാസ് ടു ബി ബ്രോട്ട് ബൈ ദ ഓണർ അല്ലേ? ഈ ഓണർ എന്ത് ചെയ്യണം? ബിസിനസ്സിലോട്ട് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ആ കൊണ്ടുവരേണ്ട പൈസനെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? കൊണ്ടുവരേണ്ട പൈസ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ഇക്വിറ്റി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ബിസിനസ്. ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ആ ബിസിനസ്സിന് ചെയ്യാൻ ആവശ്യമായിട്ടൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് ഓണർ, ആ എമൗണ്ടിൽ ഒരു പോർഷൻ നമ്മൾ ചിലപ്പോൾ ബാക്കിയിൽ ബോറോ ചെയ്യാം, പക്ഷേ ഒരു എമൗണ്ടിൽ ഒരു പോർഷൻ ഓണർ എന്ത് ചെയ്യണം? കൊണ്ടുവരണം അല്ലേ? എടാ ഓണർ വിൽ ബി ബ്രിങ്ങിങ് ദാറ്റ് ഫ്രം ഹോം. ആ കൊണ്ടുവരുന്ന പൈസനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? എടാ കൊണ്ടുവരുന്ന പൈസനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഇക്വിറ്റി അല്ലെങ്കിൽ ഏത്? ക്യാപിറ്റൽ. ഓക്കെ, ഇക്വിറ്റി അല്ലെങ്കിൽ ഏത്? ക്യാപിറ്റൽ. ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? പറയാം. ഓക്കെ അല്ലേ? അപ്പോഴേ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ബിസിനസ്. ഓണർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ദ മണി ഇൻവെസ്റ്റഡ് ബൈ ഓണർ ഇൻ ടു ബിസിനസ്. ഓണർ ഇൻ ടു ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്. അപ്പോൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഒന്നുമില്ല കേട്ടോ. ക്യാഷ് ആയിട്ട് തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഒന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ ഒരു യു ആർ ഹാവിങ് എ ട്രക്ക്. അപ്പോൾ ഈ ട്രക്ക് ഇനി ആവശ്യമില്ല. അപ്പോൾ ഈ ട്രക്ക് നീ ബിസിനസ്സിലോട്ട് നീ എന്ത് ചെയ്തു? ഇത് ബിസിനസ്സിൻ്റെ ട്രക്കായിട്ട് എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പേഴ്സണൽ ട്രക്കിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ബിസിനസ്സിത്തെ ട്രക്കായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷിന് പകരം എന്താ കൊണ്ടുവന്നത്? ഇൻ കൈൻഡ് അല്ലേ? മറ്റൊരു അസറ്റ്, റിസോഴ്സാണ് കൊണ്ടുവരുന്നത്. ഏത്? ട്രക്ക്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇക്വിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ക്യാഷ് കൊണ്ടുവന്നാൽ മാത്രമല്ല ഇക്വിറ്റി ആവുക. ഓണർക്ക് എന്ത് അസറ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇക്വിറ്റി ആയിട്ട് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ്സിൻ്റെ റെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ റെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ കാശില്ല, ബിസിനസ്സിൻ്റെ കയ്യിൽ എമൗണ്ട് ഇല്ല, ഫണ്ടില്ല. അപ്പോൾ ഓണർ എന്ത് ചെയ്യും? പൈസ കൊണ്ടുവരും. പൈസ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെൻറ്റ് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ ഓണർ പൈസ കൊണ്ടുവന്നാൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇക്വിറ്റി എന്ന് വിളിക്കും. എന്നിട്ട് ആ ഇക്വിറ്റി എന്നാണ് നമ്മൾ എന്ത് കൊടുക്കുക? റെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഓണർ നേരിട്ട് ബിസിനസ്സിൻ്റെ റെൻറ്റ് വീട്ടിലത്തെ പൈസ എടുത്ത് കൊടുത്തോടെ. വാട്ട് എവർ മണി സ്പെൻഡ് ബൈ ദ ഓണർ ഫോർ ദ ബിസിനസ് ഔട്ട് ഓഫ് ഹിസ് പേഴ്സണൽ മണി ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് ഇക്വിറ്റി. അപ്പോൾ ഇക്വിറ്റി എങ്ങനെയൊക്കെ വരാം? ഓണർ നേരിട്ട് ക്യാഷ് കൊണ്ടുവരാം, ഓണർ വേറെ ഏതെങ്കിലും അസറ്റ് കൊണ്ടുവരാം. ഇനി ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ എപ്പോഴും മനസ്സിലാക്കുക, ബിസിനസ്സും ഓണറും രണ്ടാണ്. യു ആർ ദ അക്കൗണ്ടൻറ്റ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ കണക്ക് വേറെ, ഓണറുടെ കണക്ക് വേറെ. ഓക്കെ, അപ്പോൾ ഓണർക്കും ബിസിനസ്സിനും കൂടെ ഒരുമിച്ച് ഒരു കണക്ക് ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് മസ്റ്റ് ബി സെപ്പറേറ്റ്. അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓണറിൻ്റെയും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെയും കണക്ക് രണ്ടാണ്. പിന്നെ നമ്മൾ ബിസിനസ്സിലോട്ട് എന്ത് പൈസ ഓണർ കൊണ്ടുവന്നാലും അത് നമ്മൾ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ നേരിട്ട് ഇയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പൈസ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേറെ വല്ല അസറ്റും എന്ത് ചെയ്യാം? കൊണ്ടുവരാം. അല്ലെങ്കിൽ ബിസിനസ്സിന് ഇപ്പോൾ ഫണ്ട് ഷോർട്ടാണ്, അപ്പോൾ ആദ്യം നമ്മൾ ഫണ്ട് കൊടുത്തു, അപ്പോൾ അത് ഇക്വിറ്റി. എന്നിട്ട് ആ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് എക്സ്പെൻസ് കൊടുത്തു. അതിന് പകരം ഓണർ നേരിട്ട് അയാളെ പൈസയിൽ നിന്ന് എന്ത് ചെയ്യാം? റെൻ്റ് എടുത്ത് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ദാറ്റ്സ് ആൾസോ ഫൈൻ.
ശരിയല്ലേ? എടാ അത് ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതും എന്താണ്? ഇക്വിറ്റിയാണ്. അപ്പോൾ വാട്ടെവർ നമുക്ക് ക്യാഷ് കൊണ്ടുവരാം, ഏതെങ്കിലും അസറ്റ് കൊണ്ടുവരാം, അതുപോലെ ബിസിനസ്സിൻ്റെ എമൗണ്ട്, ബിസിനസ്സിൻ്റെ ക്യാഷ്, ബിസിനസ്സിൻ്റെ ഏതെങ്കിലും പേയ്മെൻറ്റുകൾ ഓണർ നേരിട്ട് കൊടുക്കുകയാണെങ്കിലും ബിസിനസ്സിൻ്റെ ഏതെങ്കിലും എമൗണ്ട് കൊടുക്കാനുള്ള എമൗണ്ട് ഓണർ നേരിട്ട് കൊടുക്കുകയാണെങ്കിലും അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? എടാ ദാറ്റ് ഈസ് ആൾസോ ട്രീറ്റഡ് ആസ് വാട്ട്? ദാറ്റ് ഈസ് ആൾസോ ട്രീറ്റഡ് ആസ് ഇക്വിറ്റി. അതിനെ നമ്മൾ പിന്നെ ഇക്വിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. അതിനെയും ഇക്വിറ്റി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത്. ഇക്വിറ്റി ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? ക്യാപിറ്റൽ. ഇക്വിറ്റി നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? ക്യാപിറ്റൽ എന്നും നമ്മൾ പറയാറുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക കേട്ടോ. ഇക്വിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്. റെഡി? Okay, the next moving on to there is a concept called drawings. ഈ പാർട്ട്ണർഷിപ്പിലും പ്രൊപ്പറേറ്റർഷിപ്പിലും മാത്രമേ ഈ കൺസെപ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ കമ്പനിയിലൊന്നും ഉണ്ടാവില്ല. ഡ്രോയിങ്സ് എന്ന കൺസെപ്റ്റ് കമ്പനിയിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വാട്ട് ഡു യു മീൻ ബൈ ഡ്രോയിങ്സ്? സേ it is just the opposite of equity. ഇപ്പോൾ യുവർ ബിസിനസ് ഈസ് മേക്കിംഗ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു $1000 നിങ്ങൾക്ക് എല്ലാ മാസവും ബിസിനസ്സിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പൈസ വേണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെ ബിസിനസ്സിൽ നിന്ന് ആ പൈസ പിൻവലിക്കല്ലേ ചെയ്യുക? അതെ. അപ്പോൾ ഇവിടുന്ന് എന്താ അങ്ങോട്ട് കൊണ്ടുപോയാലും അതിന് ഇക്വിറ്റി എന്ന് പറയും. ബിസിനസ്സിൽ നിന്ന് എന്ത് സാധനം തിരിച്ചു കൊടുത്താലും, ഇപ്പോൾ അവിടെ ഒരു അസറ്റ് ഉണ്ട്, അത് നമുക്ക് ബിസിനസ്സിൽ ആവശ്യമില്ല, അപ്പോൾ അത് ഓണർക്ക് വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാം എന്ന് തോന്നുകയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഡ്രോയിങ്സ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഈ ഡ്രോയിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്യാഷ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റ്. ഇത് ക്യാഷ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഡ്സ് ആവാം. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിനോട് ഓണർ അയാൾക്ക് വേണ്ട സാധനം വേറെ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങുക? അല്ല, അയാൾ പൈസ കൊടുക്കാതെ അയാളെ വീട്ടിലേക്ക് വേണ്ട സാധനം ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ എടുത്തു കൊണ്ടുപോകില്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ഓണർ ബിസിനസ്സിൽ നിന്നും, ഇത് നമുക്കറിയാം സ്ട്രിക്ട്ലി ഇത് പാർട്ട്ണർഷിപ്പിലും അതുപോലെ പ്രൊപ്പറേറ്റർഷിപ്പിലും മാത്രമേ ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവുള്ളൂ. കമ്പനിയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഡ്രോയിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി. ക്യാഷ് ആവാം, ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസറ്റ്സ് ആവാം, ടേക്കൺ ഓവർ ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ്. ഓണർ ബിസിനസ്സിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റ്സ്, ഇവയാണ് നമ്മൾ എന്ത് പറയുക? ഇവയെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രോയിങ്സ് എന്ന് പറയാം കേട്ടോ. വി കോൾ ഇറ്റ് വാട്ട്? ഡ്രോയിങ്സ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി or other assets taken over by the owner ഫ്രം ദ ബിസിനസ്. ഓണർ ബിസിനസ്സിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്ന ക്യാഷ് ആയിക്കോട്ടെ, ഗുഡ്സ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും അസറ്റ്സ് ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡ്രോയിങ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ക്യാപിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രോയിങ്സ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ മറക്കരുത് കേട്ടോ. ക്യാപിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രോയിങ്സ് എന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെക്കണേ. ക്യാപിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് ആര്? ഡ്രോയിങ്സ്. Got the idea? അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടിലോട്ടാണ് നമ്മൾ പോകാൻ പോണത്. ദാറ്റ്സ് ഓൾ അബൌട്ട് asset. What is that? Asset. Say for example, it is the 6th basic accounting term, asset. അപ്പോൾ എന്താണ് അസറ്റ്?
നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അല്ലേ. ദ ക്യാഷ് വിത്ത് അസ്, ബാങ്കിലുള്ള നമ്മുടെ പൈസ, അതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ഹൗസ് അല്ലേ, ഇതൊക്കെ എന്താണ് നമ്മുടെ കയ്യിലെ റിസോഴ്സസ് ആണ്. നമുക്കിത് എന്ത് ചെയ്യാം, ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ബിസിനസ്സിന് ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, ക്യാഷ്. ആ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം. അങ്ങനെ ബിസിനസ് ചെയ്തിട്ട് അവർക്ക് എന്തുണ്ടാക്കാം, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ബിസിനസ്സിനെ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വാല്യൂ ഉള്ള ഒരു ബിസിനസ്സിൻ്റെ എല്ലാ റിസോഴ്സുകളെയും നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അസറ്റ്. വാട്ട് ഡു വി കോൾ, അസറ്റ്. അപ്പോൾ മേക്ക് എൻ അണ്ടർസ്റ്റാൻഡിങ്, അസറ്റ് എന്താണ്, അസറ്റ് ഈസ് എ റിസോഴ്സ്. അസറ്റ് ഈസ് എ റിസോഴ്സ്. ഇനി ഒരു റിസോഴ്സിൻ്റെ കൺട്രോൾ നമുക്ക് വേണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫാദർ ഗേവ് യു എ മൊബൈൽ ഫോൺ. അപ്പോൾ ഫാദർ ഒരു മൊബൈൽ ഫോൺ വാങ്ങി. അപ്പോൾ അതിൻ്റെ ഓണർ ആരാ, ഫാദറാണ്. പക്ഷെ അത് നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഇനി അത് നിങ്ങൾ ആരാ യൂസ് ചെയ്യുന്നത്, നിങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓണർഷിപ്പ് ഈസ് വിത്ത് ഫാദർ, ബട്ട് എന്താണ്, അത് കൺട്രോൾ ചെയ്യുന്നത്, അത് ഉപയോഗിക്കുന്നതൊക്കെ ആരാണ്, സണ്ണാണ് അല്ലേ. അപ്പോൾ അസറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവണമെന്നില്ല. നമുക്ക് എന്തുണ്ടായാൽ മതി, അസറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവണമെന്നില്ല, കൺട്രോൾ ഉണ്ടായാലും മതി. ഓക്കെ. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സാണ്. റിസോഴ്സ് മീൻസ് വാല്യൂ ഉള്ള എന്തിനേയും നമ്മൾ പറയുന്ന പേരാണ് എന്ത്, റിസോഴ്സ്. ഓക്കെ. അപ്പോൾ അസറ്റ് ഒരു റിസോഴ്സാണ്. റിസോഴ്സ് മീൻസ് ഹാവിങ് വാല്യൂ ഉള്ളൊരു സാധനമാണ്. കൺട്രോൾഡ് ബൈ ദി ബിസിനസ്. അതിനാരാ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് എവർ യു ഓൺ യു കൺട്രോൾ എന്നാണ് സാധാരണ പറയാം. നിങ്ങൾക്കിപ്പോൾ ഐ ആം ഹാവിങ് എ മൊബൈൽ ഫോൺ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ, ഐ ഓൺ ദ മൊബൈൽ ഫോൺ, ഐ കൺട്രോൾ ഇറ്റ്. ചില കേസിൽ ഇനി മൊബൈൽ ഫോൺ നമുക്ക് കൺട്രോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓണർഷിപ്പ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. കൺട്രോൾ ഉണ്ടാവാനായിട്ടേ ഓണർഷിപ്പ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ. അപ്പോൾ എന്താണ് അസറ്റ്? അസറ്റ് ഈസ് എ റിസോഴ്സ്. അസറ്റ് ഒരു റിസോഴ്സാണ്, കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. Asset is a resource controlled by the business. Using it, the entity is expecting to make. Asset is a resource controlled by the business. In your minute, asset is a resource controlled by the business arising from past. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അറൈസിങ് ഫ്രം പാസ്റ്റ്, ഫ്രം വിച്ച് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ആർ expected to flow to the entity beyond current year. Don't worry, I'll explain. Asset is a resource. What do you mean by resource? Resource means having some value. Controlled by the business എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണർഷിപ്പ് വേണമെന്നില്ല. അപ്പോൾ ഓണർഷിപ്പ് ഉണ്ടായാൽ കുഴപ്പമുണ്ടോ? നോ ഇഷ്യൂ. കൺട്രോൾ ഉണ്ടായാൽ മതി. നമുക്ക് ഒരു റിസോഴ്സിൽ നമുക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ എന്താണ്, അസറ്റാണ്. അസറ്റ് ഈസ് എ റിസോഴ്സ്, അതിൻ്റെ കൺട്രോൾ നമുക്കാണ്. ഓക്കെ. അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ് അറൈസിങ് ഫ്രം പാസ്റ്റ്. ഇത് എവിടെ നിന്നുണ്ടായതാണ്? ഫ്രം പാസ്റ്റ്. എടാ നിങ്ങൾക്ക് ഒരു അസറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഹാവ് എ ബിൽഡിംഗ്. അപ്പോൾ ആ ബിൽഡിംഗ് എങ്ങനെ ഉണ്ടായത്? യു കൺസ്ട്രക്റ്റഡ് ഇറ്റ്. അല്ലെങ്കിൽ യു ഹാവ് എ മെഷീനറി. എങ്ങനെ നിങ്ങൾക്ക് മെഷീനറി കിട്ടിയത്? യു ബോട്ട് ഇറ്റ്. ശരിയല്ലേ? അസറ്റ് ഈസ് എ റിസോഴ്സ്. അസറ്റ് ഒരു റിസോഴ്സാണ്. റിസോഴ്സ് മീൻസ് ഹാവിങ് വാല്യൂ. കൺട്രോൾഡ് ബൈ ദി ബിസിനസ്. അതിനാരാ കൺട്രോൾ ചെയ്യുന്നത്? ആരാണ്? ബിസിനസ് ആണ് എന്ത് ചെയ്യുന്നത്? അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അറൈസിങ് ഫ്രം പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നിങ്ങൾ മുമ്പ് ഇത് പാസ്റ്റിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളിത് വാങ്ങിയതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തതാണ്, ഇത് കൺസ്ട്രക്ട് ചെയ്തതാണ്. ഓക്കെ. ഫ്രം വിച്ച്, അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? ഇക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടും. എടാ ഇക്കണോമിക് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഫ്യൂച്ചർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ വി ക്യാൻ ടെൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. വി കോൾ ഇറ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ഇപ്പോൾ നമുക്കൊരു മെഷീനറി ഉണ്ട്. ആ മെഷീനറി വെച്ച് നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആ മെഷീനറി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും അല്ലേ? എടാ മെഷീനറി സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും. അതല്ലെങ്കിൽ ആ മെഷീനറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒരു അസറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? എടാ വേറൊരു അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്
നമുക്ക് ആ മെഷീനറി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ, വേറൊരു മെഷീനറി വാങ്ങാൻ വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ബാങ്കിലൊക്കെ കൊടുക്കാൻ ഒരു ലോണ് അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ആ ഒബ്ലിഗേഷനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ മെഷീനറി യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഈസ് ദാറ്റ് നമുക്കുള്ള ഒരു അസറ്റ് വച്ച് നമുക്ക് ഒരു അസറ്റിൽ നിന്നും നമുക്ക് എന്താ കിട്ടുക, ഇക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടും. എന്താണ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഇക്കണോമിക് ബെനിഫിറ്റ്സ് മീൻസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മെഷീനറി ഉണ്ടെങ്കിൽ നമുക്ക് മെഷീനറി സെല് ചെയ്യാൻ പറ്റും, അപ്പോൾ പൈസ കിട്ടും അല്ലേ. മണി ഓർ മണീസ് വർത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അതൊരു റിസോഴ്സാണ്. ആ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ. അവിടെ അസറ്റ് പറഞ്ഞ റിസോഴ്സാണ്, അതിന് വാല്യൂ ഉണ്ട്, അതിന് നമുക്ക് കൺട്രോൾ ഉണ്ട്. ആ റിസോഴ്സ് എങ്ങനെ ഉണ്ടായതാ, അറൈസിങ് ഫ്രം പാസ്റ്റ് ആണ്. അതേപോലെ തന്നെ അതിൽ നമുക്ക് എന്ത് കിട്ടും, വിൽ ബി ഗെറ്റിംഗ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് കിട്ടും. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് കിട്ടും, എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദ എൻറ്റിറ്റി. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ബിസിനസ്സിലോട്ട് വരുമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് അതെന്താവുക, നമ്മുടെ അസറ്റ് ആവുക. അപ്പോൾ അസറ്റ് ആവാനുള്ള ക്രൈറ്റീരിയകളൊക്കെ ഒന്ന് പറഞ്ഞേ. അസറ്റ് നമുക്ക് ഒന്നുകൂടെ ഷോർട്ട് ആക്കിയിട്ട് പറയുകയാണെങ്കിൽ അസറ്റ് ഈസ് എ റിസോഴ്സ്. അസറ്റ് ഒരു റിസോഴ്സാണ്. അതിൽ നമുക്ക് എന്തുണ്ട്, കൺട്രോൾ ഉണ്ട്, കൺട്രോൾ ബൈ ദ എൻറ്റിറ്റി. ഇതെങ്ങനെ വന്നതാ, അറൈസിങ് ഫ്രം പാസ്റ്റ്. പണ്ട് നിങ്ങളിതിനെ എന്ത് ചെയ്തു, ഒന്നല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി, അറൈസിങ് ഫ്രം പാസ്റ്റ്. അതിൽ നമുക്ക് എന്ത് കിട്ടും, will be getting future economic benefits, FEBs. Future economic benefits are expected to flow to the entity. Expected to flow to the entity. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് അസറ്റ് പറഞ്ഞാൽ. അപ്പോൾ അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന ഒരു റിസോഴ്സാണ് ആക്ച്വലി എന്ത് അസറ്റ്. ഇതെങ്ങനെ ഉണ്ടായതാ, അറൈസിങ് ഫ്രം പാസ്റ്റ് അല്ലേ, പാസ്റ്റ് നിന്നുണ്ടായതാണ്. അറൈസിങ് ഫ്രം പാസ്റ്റ്, മുമ്പ് നിങ്ങൾ വാങ്ങി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, കൺസ്ട്രക്ട് ചെയ്തു. പിന്നെ അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വിൽ ബി ഗെറ്റിംഗ് FEBs. FEBs പറഞ്ഞാൽ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് അതിൽ നിന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും അല്ലേ. എടാ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടും. FEBs ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദ എൻറ്റിറ്റി. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദ എൻറ്റിറ്റി ബിയോണ്ട് കറണ്ട് ഇയർ. റെഡിയല്ലേ? ഇതാണെന്ത് എടാ, ഇതാണെന്ത്, ദിസ് ഈസ് യുവർ അസറ്റ്. ഇനി അസറ്റ് നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. എടാ വി ക്യാൻ കാറ്റഗറൈസ് അസറ്റ്സ് ഇൻറ്റു 2. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അസറ്റുകളെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തെ രീതിയാണ് ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ. ഏതൊക്കെയാണ്, ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ അസറ്റ് ഈസ് ദർ, അതുപോലെ ഇതുണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ. ടെൽ മീ വാട്ട് ഈസ് എ ടാഞ്ചിബിൾ അസറ്റ്സ് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ലേ. അവിടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ടാഞ്ചിബിൾ അസറ്റ്സ് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ലേ. അസറ്റ്സ് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി ടച്ച് ആൻഡ് സീൻ അല്ലേ. എടാ അസറ്റ്സുകളെ നമുക്ക് കാണാനും അതേപോലെ തന്നെ ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാം. ദോസ് അസറ്റ്സ് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ് ഇത് ടാഞ്ചിബിൾ അസറ്റ്സ് അല്ലേ. ടാഞ്ചിബിൾ അസറ്റ്സ് ലാൻഡ്, മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ അല്ലേ. ഇതൊക്കെ എന്താണ്, ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ് വിച്ച് ക്യാൻ ബി ടച്ച് ആൻഡ് സീൻ. ദോസ് അസറ്റ്സ് ഹാവിങ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫേർണിച്ചർ, ഇതൊക്കെ എന്താണ്, ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ദ നെക്സ്റ്റ് വൺ ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അസറ്റ്സ് വിത്തൗട്ട് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, ഈ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകളാണ് ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ലെറ്റ് മീ ഗിവ് എക്സാമ്പിൾസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. സേ ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ അല്ലേ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ യു ആർ ഹാവിങ് എ മൈനിങ് ലൈസൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആ മൈനിങ് ലൈസൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് മൈൻ ചെയ്യാൻ പറ്റും. മൈൻ ചെയ്യാനുള്ള സ്പെഷ്യൽ അധികാരങ്ങൾക്ക് ഉണ്ട് അല്ലേ, മൈനിങ് ലൈസൻസ് അല്ലേ. മൈനിങ് ലൈസൻസ്, ക്വാറി ലൈസൻസ്, അതേപോലെ തന്നെ തിയേറ്റർ റൺ ചെയ്യാനുള്ള ലൈസൻസ്. അതേപോലെ നെക്സ്റ്റ് വൺ ആണ് എന്തറിയോ, ഗുഡ് വിൽ. പല ആളുകൾക്കും പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഈസ് ആക്ച്വലി ഗുഡ് വിൽ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ടൗണിൽ നല്ലൊരു അടിപൊളി ഏരിയയിൽ യു ആർ ഹാവിങ് എ ജ്യൂസ് ഷോപ്പ്.
ഓക്കെ, ടൗണിൽ നല്ലൊരു ഏരിയയിൽ നിങ്ങൾക്ക് നല്ലൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. റെഡി അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നല്ലൊരു ജ്യൂസ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ജ്യൂസ് ഷോപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ജ്യൂസ് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജ്യൂസ് ഷോപ്പാണ് നിങ്ങളെ ടൗണിലെ ജ്യൂസ് ഷോപ്പ്. അപ്പോൾ പെട്ടെന്ന് ചില സാങ്കേതിക കാരണവശാൽ നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഈ ജ്യൂസ് ഷോപ്പ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ജ്യൂസ് ഷോപ്പിനെ മറ്റൊരാൾക്ക് വിൽക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ ജ്യൂസ് ഷോപ്പ് വളരെ പോപ്പുലറാണ്, എല്ലാവരും അവിടെ വന്നിട്ട് ജ്യൂസ് കുടിച്ചിട്ടേ പോവുള്ളൂ, ഭയങ്കര പോപ്പുലറാണ്, ജ്യൂസ് സോ ടേസ്റ്റിയാണ്, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഭയങ്കര അടിപൊളിയാണ് നിങ്ങളുടെ ജ്യൂസ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ ബിസിനസ് നിർത്തുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഈ ബിസിനസ്സിനെ വിൽക്കുകയാണ് മറ്റൊരാൾക്ക്. അപ്പോൾ ഈ ബിസിനസ്സിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഐറ്റംസും ഫർണിച്ചറും ഫിറ്റിങ്സും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 10 lakh റുപ്പീസിനാണ്, 10 lakh ഡോളറിനാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ബിസിനസ് സെല്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതല്ല 10 lakh ഡോളറാണ് ഇവിടെ ഉള്ള മൊത്തം അസറ്റുകളുടെയൊക്കെ വാല്യൂ. ടോട്ടൽ അസറ്റുകളുടെയൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 lakh ഡോളറാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ള ജ്യൂസർ ഉണ്ടാവും, മിക്സർ ഉണ്ടാവും, ബ്ലെൻഡർ ഉണ്ടാവും, അതേപോലെ തന്നെ ഫർണിച്ചർ ഫിറ്റിങ്സ്, സോഫ, മറ്റ് സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 lakh ഡോളറാണ്. ബട്ട് ലെറ്റ് മീ ആസ്ക് യു, നിങ്ങൾ 10 lakh ഡോളറിന് ഇത് വിൽക്കുമോ? വിൽ യു ബി ഡിസൈഡിങ് ടു സെൽ ദിസ് അറ്റ് 10 lakh ഡോളർ? നിങ്ങൾ ഇതിനെ 10 lakh ഡോളറിന് സെല് ചെയ്യാൻ തയ്യാറാവുമോ? ഐ വുഡ് സേ നോ. കാരണം 10 lakh ഡോളറിന് നിങ്ങൾ എന്തുകൊണ്ടാണ് സെല് ചെയ്യാൻ തയ്യാറാവാത്തത്? ഇവിടെ ഇനി ഏത് മണ്ടൻ വന്നിട്ട് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ബിസിനസ്സിനൊരു വാല്യൂ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും? ജ്യൂസ് ഇനിയും വാങ്ങും. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം യു ഹാവ് ക്രിയേറ്റഡ് എ ഗുഡ് ഇമേജ് ഇൻ ദ മൈൻഡ് ഓഫ് യുവർ കസ്റ്റമേഴ്സ്, ഗുഡ് ഇമേജ് ഇൻ ദ മൈൻഡ് ഓഫ് പബ്ലിക്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു ബിസിനസ് പബ്ലിക്കിനടിയിൽ ആ ഒരു ബിസിനസ്സിനുള്ള റെപ്യൂട്ടേഷൻ്റെ വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ഗുഡ് വിൽ. ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ്റെ വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ഗുഡ് വിൽ. ഗുഡ് വിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് കാണാൻ പറ്റുമോ? 5 കിലോ ഗുഡ് വിൽ? നോ. ഗുഡ് വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഗുഡ് വിൽ ഈസ് ഓൾവേസ് വാട്ട്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഗുഡ് വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെന്നുള്ള എന്ത് ചെയ്യുക? ഓർക്കുക കേട്ടോ. അപ്പോൾ ലെറ്റ് മീ മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ ക്ലിയർ. നമ്മളൊരു ബിസിനസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഓടിക്കുകയാണ്, ഒരു ഈവൻലി സർഫേസിൽ നമ്മൾ ബൈക്ക് ഓടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കയറ്റും ഇറക്കൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് സ്ഥലത്ത് നമ്മൾ ബൈക്ക് ഓടിക്കുകയാണ്. അപ്പോൾ ആക്സിലറേറ്റർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബൈക്ക് ഇങ്ങനെ പോകും അല്ലേ? ഈ ആക്സിലേറ്റർ വിട്ടേക്ക് ബൈക്ക് അങ്ങ് നിന്ന് നമ്മളങ്ങ് വീഴുമോ? ഇല്ല. ആക്സിലേറ്റർ സ്റ്റോപ്പ് ചെയ്താലും ബൈക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകും. അതെന്തുകൊണ്ടാണ്? അത് ഫിസിക്സിലെ എത്രാമത്തെയോ നിയമമൊക്കെയാണ് അല്ലേ? നമ്മൾ അതൊന്നും നോക്കണ്ട. വി ആർ കൊമേഴ്സ് പീപ്പിൾ, അക്കൗണ്ട്സ് പീപ്പിൾ, വി ഓൾവേസ് ഫാൾ ഇൻ ലവ് വിത്ത് ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞ കേസ് എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ആദ്യം ആ ആക്സിലറേഷൻ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത് പിന്നെയും കുറച്ചും കൂടെ മുന്നോട്ട് പോയത് അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ബിസിനസ്സിൻ്റെ നമ്മൾ ഇത്രയും എടുത്ത എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് ബിസിനസ് നമുക്ക് ഉണ്ടാവും അല്ലേ? അത് നമ്മളെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ആ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് നൺ അതർ ദാൻ ദ ഗുഡ് വിൽ. ഗുഡ് വില്ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആരാ ഗുഡ് വിൽ? ഗുഡ് വിൽ ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ്റെ വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഗുഡ് വിൽ. ഗുഡ് വിൽ ഒരു ബിസിനസ്സിൻ്റെ ഇൻടാഞ്ചിബിൾ അസറ്റാണ് കേട്ടോ. ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇനി ഞാൻ കുറച്ച് എക്സ്ക്ലൂസീവ് റൈറ്റുകളെ പറയുന്നത്. ഇപ്പോൾ ലാൻഡിങ് റൈറ്റ്സ്. ഇപ്പോൾ എയർ ഇന്ത്യനെ ടാറ്റ റീസെൻ്റായിട്ട് അക്വയർ ചെയ്തായിരുന്നു. അങ്ങനെ വാങ്ങിയ സമയത്ത് എയർ ഇന്ത്യയുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റായിട്ട് ടാറ്റ കണ്ടത് അവരുടെ എയർക്രാഫ്റ്റും മറ്റൊന്നുമല്ല, അതിനേക്കാൾ ഉപരി ലോകത്തിലുള്ള ഒരുപാട് പ്രമാദമായ അല്ലെങ്കിൽ ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ടുള്ള എയർപോർട്ടുകളിലൊക്കെ ആർക്ക് ലാൻഡിങ് റൈറ്റ്സ് ഉണ്ട്? എയർ ഇന്ത്യക്ക് ലാൻഡിങ് റൈറ്റ്സ് ഉണ്ട്. ഇതേ എയർപോർട്ട് കൊണ്ടുപോയിട്ട് തോന്നിയ മാതിരി വിമാനം ഇറക്കാനൊന്നും പറ്റില്ല. ഇത് കടലാസ് വിമാനമൊന്നുമല്ല. ഒരു എയർപോർട്ടിൽ നമ്മൾ വിമാനം കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ടാക്സ് അവരുടെ ചാർജ്, പാർക്കിംഗ് ചാർജസ് കൊടുക്കണം. അതേപോലെ അവിടെ ലാൻഡ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ ഇത് ചുമ്മാ കണ്ടത്തിൽ ഇറക്കുന്ന OLPP ഒന്നുമല്ല. ഓക്കെ. അപ്പോൾ ഒരു ഏവിയേഷൻ കമ്പനിക്ക് ലാൻഡിങ് റൈറ്റ്സ് ഉള്ള എയർപോർട്ടിലോട്ട് മാത്രമേ അവർക്ക് സർവീസ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ വിമാനം മാത്രം ഉണ്ടായാൽ പോരാ. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ലൈൻ ബസ് ഇറക്കിയിട്ട് നമ്മളൊരു ബസ് ഇറക്കിയിട്ട് എല്ലാവരെയും കോഴിക്കോട് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്ത് വേണം? നമുക്ക് ബസ് പെർമിറ്റ് വേണം അല്ലേ? ബസ് പെർമിറ്റിനാണ് ചിലപ്പോൾ ബസ്സിനേക്കാളും ചിലപ്പോൾ പൈസ വരിക. ശരിയല്ലേ? ബസ് പെർമിറ്റിനായിരിക്കും ചിലപ്പോൾ ബസ്സിനേക്കാളും പൈസ വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അണ്ടർസ്റ്റാൻഡ് തറോലി. ഞാൻ പറഞ്ഞു വന്ന കേസ് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന കേസ് ഇതാണ്.
നമ്മുടെ ലാൻഡിങ് റേറ്റ്സ് ഉള്ള എയർപോർട്ടുകളിൽ മാത്രമേ ഏവിയേഷൻ കമ്പനികൾക്ക് അവരുടെ വിമാനം കൊണ്ടുപോയി നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ലാൻഡിങ് റേറ്റ് അവരെ പിന്നെ ഇപ്പോൾ നമ്മുടെ എയർ ഇന്ത്യക്ക് ഇപ്പോൾ ചിക്ക്മാംഗ്ലൂരിൽ ഒരു ലാൻഡിങ് റേറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിമാനം കൊണ്ടുപോയി ആ എയർപോർട്ടിൽ വിമാനം സർവീസ് നടത്താൻ പറ്റും. ആ സർവീസ് നടത്തുന്ന വഴി അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ലാൻഡിങ് റേറ്റ്സ് എന്താണ്, അവരുടെ എന്ത് അസറ്റാണ്? ടാഞ്ചിബിൾ അസറ്റാണോ ഇൻടാഞ്ചിബിൾ അസറ്റാണോ? അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ശരിയല്ലേ? ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ദാറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. റെഡി അല്ലേ? ദെൻ പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് നെക്സ്റ്റ് ഐറ്റം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വൺ. ഏത് അടുത്ത റൈറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ ഓരോ സിനിമകളൊക്കെ വരും അല്ലേ. അപ്പോൾ സിനിമ ഓരോ OTT ആയിട്ട് എടുക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന സിനിമ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ആ സിനിമ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ, ആ സിനിമയുടെ OTT റൈറ്റ് എടുത്തത് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ആണെങ്കിൽ ഹോട്ട്സ്റ്റാറാണ് അതെന്ത് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, സംപ്രേഷണം ചെയ്യുന്നത്. ഇപ്പോൾ IPL നടക്കുമ്പോൾ അത് എല്ലാ ചാനലിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ പൈസ കൊടുത്തിട്ടാണ് IPL ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ആ റൈറ്റ്സ് മേടിച്ചെടുത്തത്. അപ്പോൾ ആ റൈറ്റ്സ് മേടിച്ചെടുത്തോൻ തന്നെ ഈ IPL ഇവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പരസ്യങ്ങൾ ഇതിനിടയ്ക്ക് ഇടും അല്ലേ. അപ്പോൾ ആ പരസ്യ കമ്പനികളുടെ കയ്യിൽ നിന്നൊക്കെ ആർക്ക് പൈസ വാങ്ങാൻ പറ്റും? ജിയോ ഹോട്ട്സ്റ്റാറിന് പൈസ വാങ്ങാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ IPL ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആ റൈറ്റ് കാരണം ആർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട്? ജിയോ ഹോട്ട്സ്റ്റാറിന് പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്? അത് അവരുടെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതേപോലെ കോപ്പി റൈറ്റ്, നിങ്ങളൊരു ആർട്ടിസ്റ്റിക് കലാപരമായ അല്ലെങ്കിൽ ലിറ്റററി വർക്കൊക്കെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ആ ആർട്ടിസ്റ്റിക് ലിറ്റററി വർക്ക് വീണ്ടും റീപബ്ലിഷ് ചെയ്യാൻ ഉള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് നിങ്ങൾക്ക് തരുന്നതിനെ പറയുന്ന പേരാണ് എന്തറിയോ? കോപ്പി റൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു സിനിമ, ഇപ്പോൾ എമ്പുരാൻ അല്ലേ, അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ദൃശ്യം 3 വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ അല്ലേ, അതിൻ്റെ പ്രൊഡ്യൂസർക്കാണ് അതിൻ്റെ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ റൈറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ ആ റീപ്രൊഡക്ഷൻ റൈറ്റ്സ് വഴി നമുക്ക് എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് വാട്ട്? പ്രോഫിറ്റ്. നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടും. ശരിയല്ലേ? അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ റീപ്രൊഡക്ഷൻ റൈറ്റ്സ് വഴി നമുക്ക് ലാഭം കിട്ടും. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോ അറിയാം. ഇപ്പോൾ നൈക്കിൻ്റെ ട്രേഡ് മാർക്ക് നിങ്ങൾക്ക് അറിയാം, അഡിഡാസിൻ്റെ ട്രേഡ് മാർക്ക് നിങ്ങൾക്ക് അറിയാം, നോട്ട് അഡിബാസ്. അതേപോലെ ആപ്പിൾ അല്ലേ അറിയാം അല്ലേ, ഗൂഗിളിൻ്റെ അറിയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ദീസ് ആർ ട്രേഡ് മാർക്സ് പറഞ്ഞാൽ ബ്രാൻഡ് സിംബൽസ്, പിക്ചേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് യൂസ്ഡ് ടു യുണീക്ലി ഐഡൻറ്റിഫൈ എ പ്രൊഡക്റ്റ് അല്ലേ. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ അലൻസോൾ നിങ്ങൾക്ക് അറിയാം, ദിസ് ഈസ് HRX അല്ലേ. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർവീസിനൊക്കെ യുണീക്ലി ഐഡൻറ്റിഫൈ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനീനൊക്കെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ അല്ലെങ്കിൽ പിക്ചേഴ്സിനൊക്കെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സിമ്പിൾസിനെ അല്ലെങ്കിൽ പിക്ചേഴ്സിനൊക്കെ നമ്മൾ പറയുന്ന പേരാണെന്ത്? സിമ്പിൾസിനെ, പിക്ചേഴ്സിനെ, ഇമേജസിനൊക്കെ പറയുന്ന പേരാണ് നമ്മൾ ട്രേഡ് മാർക്ക്. അപ്പോൾ ഈ ട്രേഡ് മാർക്കും നമ്മുടെ എന്ത് അസറ്റാണ്? ദാറ്റ് ഈസ് ആൾസോ അവർ ഇൻടാഞ്ചിബിൾ അസറ്റ്. ട്രേഡ് മാർക്കും ഒക്കെ നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റാണ് കേട്ടോ. ട്രേഡ് മാർക്ക് ഈസ് ആൾസോ വാട്ട്? അവർ ഇൻടാഞ്ചിബിൾ അസറ്റ്. ട്രേഡ് മാർക്കും ഒക്കെ നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ദാറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. പിന്നെ അതുപോലെ തന്നെ സ്ട്രീമിംഗ് റേറ്റ് ഞാൻ പറഞ്ഞു, ബ്രോഡ്കാസ്റ്റിംഗ് റേറ്റ് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അസറ്റ് എന്താണെന്നുള്ളത് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അസറ്റ് ഈസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ ബിസിനസ് അറൈസിംഗ് ഫ്രം പാസ്റ്റ് ഫ്രം വിച്ച് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദ എൻറ്റിറ്റി ബിയോണ്ട് കറന്റ് ഇയർ. സെറ്റാണല്ലോ? കമോൺ, മേക്ക് എൻ അണ്ടർസ്റ്റാൻഡിങ്. സെറ്റാണല്ലോ? ദെൻ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ ബോയ്സ് ഗേൾസ് എന്ന് കാറ്റഗറൈസ് ചെയ്യാം അല്ലേ. ഓൺലൈൻ സ്റ്റുഡൻസ്, ഓഫ്ലൈൻ സ്റ്റുഡൻസ് എന്ന് കാറ്റഗറൈസ് ചെയ്യാം. സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറൈസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒരേ ടീമിനെ തന്നെയുള്ള പിന്നെ ഒരേ സ്റ്റുഡൻസിനെ തന്നെയുള്ള മൾട്ടിപ്പിൾ കാറ്റഗറൈസേഷനാണ്. ഒരേ സ്റ്റുഡൻസിനെ തന്നെയാണ് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതേപോലെ അസറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ തന്നെ അസറ്റുകളെ നമുക്ക് 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക? ഒരു രീതി നമ്മൾ പറഞ്ഞു. ഏതാ പറഞ്ഞത്? പിന്നെ ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ. അടുത്തൊരു രീതിയാണ് ഏതറിയോ? കറൻറ്റ് അസറ്റ്, നോൺ കറൻറ്റ് അസറ്റ്.
കറൻറ്റ് അസറ്റ്, നോൺ കറൻറ്റ് അസറ്റ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് കറൻറ്റ് അസറ്റ്, നോൺ കറൻറ്റ് അസറ്റ്. സോ വാട്ട് ഈസ് എ കറൻറ്റ് അസറ്റ്? സിമ്പിൾ തിങ്, ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിനകത്ത് ക്യാഷ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അസറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ്. ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിനകത്ത് ക്യാഷ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അസറ്റുകളെ പറയുന്ന പേരാണ് എന്തറിയോ? അസറ്റുകളെ പറയുന്ന പേരാണ് കറൻറ്റ് അസറ്റ്സ്. വാട്ട് ഡു വി കോൾ? കറൻറ്റ് അസറ്റ്സ്. ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിനകത്ത് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? കറൻറ്റ് അസറ്റ്സ്. ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. Those assets which can be converted to cash within a short period of time. Short period of time എന്ന് പറഞ്ഞാൽ ജനറലി 1 year ആണ് നമ്മൾ എന്ത് ചെയ്യുക? ജനറലി 1 year ആണ് നമ്മൾ എന്ത് ചെയ്യുക? ജനറലി 1 year ആണ് നമ്മൾ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ട്രീറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ജനറലി 1 year ആണ് നമ്മൾ പറയുക. അപ്പോൾ ഈ കറൻറ്റ് അസറ്റിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതറിയോ? ക്യാഷ്. ക്യാഷിന് കൺവേർട്ട് ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി ആരാണ്? ക്യാഷ് ആണ് അല്ലേ? അപ്പോൾ ക്യാഷ് ഉണ്ട്, അതുപോലെ ബാങ്ക് ഉണ്ട്. ഏതല്ല? FD ഒന്നും അല്ല കേട്ടോ, ബാങ്കിലെ പൈസ. ഓക്കെ. പിന്നെ സ്റ്റോക്ക്, ഗുഡ്സ്. നമ്മൾ സെല്ല് ചെയ്യാതെ വാങ്ങി വെച്ച ഗുഡ്സിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക്, അല്ലെങ്കിൽ ഇൻവെൻട്രി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് അതിൽ ഡിസ്കസ്, നമ്മൾ ഈ ഒരു മറ്റേ ഡിസ്കഷനിൽ തന്നെ നമ്മൾ സബ്സിക്വൻറ്റ് ടൈമിൽ നമ്മൾ പറയും ഡെപ്റ്റേഴ്സ് ആരാന്നില്ല. ഡെപ്റ്റേഴ്സ് ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? കറൻറ്റ് അസറ്റ്സിന് എക്സാമ്പിളാണ് കേട്ടോ. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? കറൻറ്റ് അസറ്റ്സ്. ഓക്കെ, ഇതൊക്കെ കറൻറ്റ് അസറ്റ്സിന് എന്താണ്? എക്സാമ്പിളാണ്. ഇനി അസറ്റ്സ് അതർ ദാൻ കറൻറ്റ് അസറ്റ് ആണ് നോൺ കറൻറ്റ് അസറ്റ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, അല്ലേ, കമ്പ്യൂട്ടർ. ഇതൊക്കെ എന്താണ്? എക്യുപ്മെൻറ്റ്, ടൂൾസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നോൺ കറൻറ്റ് അസറ്റ്സുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അസറ്റ്സ് അതർ ദാൻ ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, ഇതൊക്കെയാണ് ഇത് നോൺ കറൻറ്റ് അസറ്റ്സ്. അപ്പോൾ ഒരു ബിസിനസ്സിന് ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ്സിന് ഏതുണ്ടാവും? കറൻറ്റ് അസറ്റും നോൺ കറൻറ്റ് അസറ്റും ഉണ്ടാവും കേട്ടോ. ഒരു ബിസിനസ്സിന് ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ എ ബിസിനസ് വിൽ ബി ഹാവിങ് വാട്ട് ആൾസോ? ഒരു ബിസിനസ്സിന് ടാഞ്ചിബിൾ അസറ്റ്സും ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ്സിന് ആരുണ്ടാവും? ഒരു ബിസിനസ്സിന് കറൻറ്റ് അസറ്റ്സും നോൺ കറൻറ്റ് അസറ്റും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? റെലവൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. റെഡി? ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞു ഇക്വിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രോയിങ്സ്, അല്ലേ? എടാ, ഇക്വിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ആര്? ഡ്രോയിങ്സ്. അതേപോലെ തന്നെ ഇക്വിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഡ്രോയിങ്സ്. അതേപോലെ തന്നെ അസറ്റിൻ്റെ ഓപ്പോസിറ്റാണ് അറിയോ? ലാബിലിറ്റി. എന്താണ്? ലാബിലിറ്റി. ഇപ്പം നിങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു, അല്ലേ? നിങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ നിങ്ങൾ തിരിച്ചടക്കണ്ടേ? യെസ്, യു ആർ ഹാവിങ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ, പ്രസൻറ്റ് ഡ്യൂട്ടി, പ്രസൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, അല്ലേ? എടാ, നിങ്ങൾക്ക് ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റ് ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. എന്തിന്? അത് തിരിച്ചടക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ഒബ്ലിഗേഷൻസ്, ബാധ്യതകളെ, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ പറയുന്ന പേരാണ് എന്തറിയോ? ലാബിലിറ്റി. എടാ, വാട്ട് വി സേ? ലാബിലിറ്റി. അപ്പോൾ 7th അല്ല, നമ്മുടെ 7ാമത്തെ ബേസിക് അക്കൗണ്ടിങ് ടേമാണ് ലാബിലിറ്റി. Liability is a present obligation. What do you mean by obligation? Obligation എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡ്യൂട്ടി ടു ആക്ട്. ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കടമ, അല്ലെങ്കിൽ നമുക്ക് കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെ വിളിക്കാം.
ലാബിലിറ്റി ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. ഇതെങ്ങനെ ഉണ്ടായതാണ്? അറൈസിങ് ഫ്രം പാസ്റ്റ്. നിങ്ങളിപ്പോൾ മുമ്പ് ലോൺ എടുത്തു, അപ്പോൾ നിങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്. നിങ്ങൾ ക്രെഡിറ്റിന് സാധനം മേടിച്ചു, അപ്പോൾ അതിന് പൈസ കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ട്. ശരിയല്ലേ? അറൈസിങ് ഫ്രം പാസ്റ്റ് അല്ലേ? അറൈസിങ് ഫ്രം പാസ്റ്റ്. അത് ഫ്യൂച്ചർ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യണം. സെറ്റിൽ മീൻസ് അടച്ചു തീർക്കണം. ഓക്കെ, സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് വിൽ settlement of which is expected to result in an outflow of settlement of which is expected to result in an outflow of economic benefits. ഓക്കെ, അപ്പോൾ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രസൻറ്റ് ഒബ്ലിഗേഷനാണ്. ലാബിലിറ്റി ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്നാൽ ഇറ്റ്സ് എ ഡ്യൂട്ടി അല്ലെങ്കിൽ ഡ്യൂട്ടി ടു ആക്ട് അല്ലെങ്കിൽ ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അറൈസിങ് ഫ്രം പാസ്റ്റ്. ഇത് മുമ്പ് നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായത്. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ നമുക്കുണ്ടായത് അറൈസിങ് ഫ്രം പാസ്റ്റ് എന്നാണ് അല്ലേ? അപ്പോൾ പാസ്റ്റിലാണ് നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങി അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തു, അങ്ങനെ എന്തോ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായത്. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യണം, ക്ലിയർ ചെയ്യണം അല്ലേ? ക്ലിയർ ചെയ്യാൻ അടച്ചു തീർക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യും? ഇക്കണോമിക് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻറ്റ്. ക്യാഷ് ഈക്വലൻ്റ് എന്ത് ചെയ്യും? ബിസിനസ്സിൽ നിന്നും പോകും അല്ലേ? ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻ്റ് എന്ത് ചെയ്യും? ബിസിനസ്സിൽ നിന്നും ദർ വിൽ ബി ആൻ ഔട്ട്ഫ്ലോ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ് പറഞ്ഞാൽ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസിൻ്റെ ഔട്ട്ഫ്ലോ ബിസിനസ്സിൽ നിന്നും ഉണ്ടാവും. അപ്പോൾ അസറ്റ് റിസോഴ്സ് ആണ്. അപ്പോൾ അസറ്റ് ലാബിലിറ്റി എപ്പോഴും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും, സൂപ്പറായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. എങ്ങനെ അറിയോ? അസറ്റ് ഫോർ എക്സാമ്പിൾ അസറ്റ് ഒരു റിസോഴ്സ് ആണെങ്കിൽ, അസറ്റ് റിസോഴ്സ് ആണ്. റിസോഴ്സ് മീൻസ് ഹാവിങ് വാല്യൂ. അപ്പോൾ ലാബിലിറ്റി ആരാണ്? ലാബിലിറ്റി ഈസ് വാട്ട്? ഒബ്ലിഗേഷൻ അല്ലേ? ഇവിടെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? ലാബിലിറ്റി ഈസ് അവർ ഒബ്ലിഗേഷൻ. ഓക്കെ, അസറ്റ് ഈസ് എ റിസോഴ്സ്. ഓക്കെ, രണ്ടും എന്താണ്? അറൈസിങ് ഫ്രം പാസ്റ്റ് ആണ്. അത് ഇവർ തമ്മിലുള്ളൊരു സിമിലാരിറ്റിയാണ്. അസറ്റ് ഈസ് എ റിസോഴ്സ്, അതിൽ നമുക്ക് എന്ത് കിട്ടും? ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഇൻഫ്ലോ ഉണ്ടാവും. FEBs, ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ഇൻഫ്ലോ അല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? ലാബിലിറ്റി എന്ത് ചെയ്യണം? നമ്മൾ സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റിൻ്റെ ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? ഔട്ട്ഫ്ലോ ഉണ്ടാവുക അല്ലേ? ഔട്ട്ഫ്ലോ ഉണ്ടാവുക. ലാബിലിറ്റികൾക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ബാങ്ക് ലോൺ ടേക്കൺ, ലോൺ ഫ്രം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോൺ എടുക്കുക. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്. അതേപോലെ തന്നെ നമ്മളെ ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ക്രെഡിറ്റേഴ്സ്, അതേപോലെ തന്നെ ലോൺ ടേക്കൺ, ബാങ്ക് ലോണ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? ലാബിലിറ്റി. അപ്പോൾ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷനാണ്. പ്രസൻറ്റ് ഒബ്ലിഗേഷൻ മീൻസ് എ ഡ്യൂട്ടി or commitment existing on the date. Okay, it's a present obligation. അത് നമ്മൾ സെറ്റിൽ ചെയ്യണ സമയത്ത് ബിസിനസ്സിന് എന്തുണ്ടാവും? ദർ വിൽ ബി ഔട്ട്ഫ്ലോ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് എന്ത് ചെയ്യും? ഉണ്ടാവും കേട്ടോ. ദർ വിൽ ബി ഔട്ട്ഫ്ലോ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവും അല്ലേ? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൻ്റെ ഔട്ട്ഫ്ലോ എന്ത് ചെയ്യും? സംഭവിക്കും. ദർ വിൽ ബി ഔട്ട്ഫ്ലോ ഓഫ് വാട്ട്? ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഏത് സംഭവിക്കുമ്പോൾ? ദർ വിൽ ബി ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. റെഡി? അപ്പോൾ ഇതാണ് എന്ത്? ലാബിലിറ്റി. ഈ ലാബിലിറ്റിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം: കറൻറ്റ് ലാബിലിറ്റി, നോൺ കറൻറ്റ് ലാബിലിറ്റി. അപ്പോൾ പറഞ്ഞു നോക്കിയേ, വാട്ട് ഈസ് ഗോയിങ് ടു ബി എ കറൻറ്റ് ലാബിലിറ്റി?
എന്തായിരിക്കും ഒരു കറണ്ട് ലയബിലിറ്റി പറഞ്ഞാൽ? കറണ്ട് ലയബിലിറ്റി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലയബിലിറ്റി ടു ബി സെറ്റിൽഡ് വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനകത്ത് സെറ്റിൽ ചെയ്യേണ്ട ലയബിലിറ്റികളെ പറയുന്ന പേരാണ് എന്ത്? കറണ്ട് ലയബിലിറ്റി. Those liabilities to be settled within short period of time ആണ് ഇത് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറയാം. നോൺ കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റി എന്താ? കറണ്ട് ലയബിലിറ്റി അല്ലാത്ത ബാക്കിയുള്ള എല്ലാം ഏതാണ്? നോൺ കറണ്ട് ലയബിലിറ്റി ആണ്. നോൺ കറണ്ട് ലയബിലിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ലോങ് ടേം ലയബിലിറ്റി. ലോങ് ടേം ലയബിലിറ്റി. long term liability. Okay, all liability other than current liability is what? Long term liability. അപ്പോൾ എന്താ liability പറഞ്ഞാൽ? liability means liability ഒരു ഹോൾ പിക്ചർ ഉണ്ടാക്കിക്കേ. ദിസ് ഈസ് അവർ 7th ബേസിക് അക്കൗണ്ടിങ് ടേം. liability പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. ഇതെങ്ങനെ ഉണ്ടായതാണ്? അറൈസിങ് ഫ്രം പാസ്റ്റ്, അല്ലെ? പാസ്റ്റ് ഉണ്ടായതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യണം. അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു റിസൾട്ട് ഇൻ ആൻ ഔട്ട്ഫ്ലോ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്സ്. അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൻ്റെ എന്തുണ്ടാവും? ഔട്ട്ഫ്ലോ ഉണ്ടാവും. കറക്റ്റ്. ഓക്കെ. അപ്പോൾ ലാബിലിറ്റി നമുക്ക് എന്തുണ്ടാവും? ലാബിലിറ്റി ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷനാണ്. ഇപ്പം നമുക്ക് ചെയ്യാനുള്ളൊരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അത് പാസ്റ്റിൽ നിന്ന് ഉണ്ടായതാണ്. അതിന് നമ്മൾ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും? റിസൾട്ട് ഇൻ ആൻ ഔട്ട്ഫ്ലോ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്സ്. ഔട്ട്ഫ്ലോ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഔട്ട്ഫ്ലോ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൻ്റെ ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാവും. ദെൻ അസെറ്റ് ഒരു റിസോഴ്സ് ആണെങ്കിൽ അത് പാസ്റ്റിൽ നിന്ന് ഉണ്ടായതാണ്. അതിൽ നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഇൻഫ്ലോ ഉണ്ടാവുക. ലാബിലിറ്റി എന്താണ്? ഒരു ഒബ്ലിഗേഷനാണ്. അതും പാസ്റ്റിൽ നിന്ന് ഉണ്ടായതാണ്. അതിൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഔട്ട്ഫ്ലോ ആണ് ഉണ്ടാവുക. കേട്ടോ, ഔട്ട്ഫ്ലോ ആണ് ഉണ്ടാവുക. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് ടേംസ് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ 7 ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ട്രാൻസാക്ഷൻ പറഞ്ഞായിരുന്നു, ഗുഡ്സ് പറഞ്ഞായിരുന്നു, അതുപോലെ സർവീസ് പറഞ്ഞു, ഇക്വിറ്റി അഥവാ ക്യാപിറ്റൽ പറഞ്ഞു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡ്രോയിങ്സ് പറഞ്ഞു, പിന്നെ ഇത് പറഞ്ഞു അസറ്റ് പറഞ്ഞു, ദെൻ ലാബിലിറ്റി പറഞ്ഞു. ഇത്രയും ഐറ്റംസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് മാത്രമല്ല, അടുത്ത 2 സെഷനും കൂടെ നമുക്ക് ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ് ആക്ച്വലി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ ബേസിക് അക്കൗണ്ടിങ് ടേംസിൻ്റെ അടുത്ത ഐറ്റംസ് എന്ത് ചെയ്യും വരും. ടിൽ ദെൻ ലൈക്ക് അത് പ്രോപ്പറായിട്ട് പഠിക്കുക. നോട്ട്സ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്ലാസ് നിങ്ങൾ റേറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളും നിർദ്ദേശങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? മെസ്സേജ് ചെയ്യണം. ആൻഡ് ഐ ഹാവ് പ്രൊവൈഡഡ് യു മൈ ഡീറ്റെയിൽസ് ആൾസോ. ഓക്കെ. അപ്പോൾ ഹിയർ ഈസ് ദ പാർട്ട് 2 ഓഫ് ബേസിക്സ് ക്ലാസ് ഓഫ് CMA US accounting. Okay, bye bye.